ലാസ് വേഗാസ് നഗരത്തിൽ നിന്നും നവാഡ മരുഭൂമിയിലൂടെ ഗ്രാൻഡ് കാനിയൻ എന്ന പ്രകൃതിയിലെ മഹാത്ഭുതം കാണാനുള്ള യാത്രയിലാണ് ഞങ്ങൾ. ലാസ് വേഗാസിൽ നിന്നും ഏതാണ്ട് 1.25 മണിക്കൂർ സഞ്ചരിച്ചു കഴിഞ്ഞാൽ നമുക്ക് കൊളറാഡോ നദി മുറിച്ചു കടക്കുന്നതിനുള്ള പാലവും പാലത്തിന് തൊട്ടു താഴെയായി ഹൂവർ ഡാം എന്ന അണക്കെട്ടും കാണാം. ആഴമുള്ള ഒരു ഗർത്തത്തിലൂടെ അഥവാ ഒരു വിടവിലൂടെയാണ് ഈ കൊളറാഡോ നദി ഒഴുകുന്നത്. നദി ഒഴുകുന്ന ആ വിടവിലാണ് ഹൂവർ ഡാം കെട്ടിപ്പൊക്കിയിട്ടുള്ളത്. ഡാമിൻ്റെ റിസർവോയർ മൂലം രൂപപ്പെട്ട തടാകത്തിൽ നിന്നുള്ള വെള്ളമാണ് ലാസ് വേഗാസ് നഗരത്തിലേക്ക് പമ്പ് ചെയ്ത് കൊണ്ടുപോകുന്നത്. ഈ വെള്ളമാണ് ലാസ് വേഗാസിൻ്റെ കുടിവെള്ളം. ഹൂവർ ഡാമും അതിന് തൊട്ടുമുകളിലെ പാലവും മുറിച്ചു കടക്കുന്നതോടെ നവാഡ സംസ്ഥാനത്ത് നിന്ന് നമ്മൾ അരിസോണ എന്ന മറ്റൊരു സംസ്ഥാനത്തിലേക്ക് കടക്കുകയാണ്. ഈ അതിർത്തിക്ക് മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട്. അമേരിക്കയിൽ മൊത്തം 3 ടൈം സോണുകളാണുള്ളത്. അതിൽ പടിഞ്ഞാറേ ടൈം സോണിൽ നിന്ന് മധ്യത്തിലുള്ള ടൈം സോണിലേക്ക് പ്രവേശിക്കുന്നത് ഈ പാലം കടക്കുന്നതോടുകൂടിയാണ്. പാലത്തിൻ്റെയും ഹൂവർ ഡാമിൻ്റെയും നടുവിൽ 2 സംസ്ഥാനങ്ങളുടെയും അതിർത്തി രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഡാമിൻ്റെ നടുവിൽ രേഖപ്പെടുത്തിയ സംസ്ഥാന അതിർത്തിക്ക് അപ്പുറവും ഇപ്പുറവും കാല് വെച്ചുകൊണ്ട് നിന്ന് 2 കൈകളിലും നമ്മൾ 2 മൊബൈൽ ഫോൺ പിടിക്കുകയാണെങ്കിൽ 2 മൊബൈൽ ഫോണിലും 2 സമയമാണ് കാണിക്കുക. ഒരു ഭാഗത്ത് 12 മണി കാണിക്കുമ്പോൾ മറ്റേ ഭാഗത്ത് 1 മണിയായിരിക്കും സമയം. 1 മണിക്കൂറിൻ്റെ വ്യത്യാസമുണ്ട് എന്നർത്ഥം. നെവാഡയിൽ നിന്ന് അരിസോണയിലേക്ക് കടക്കുമ്പോൾ നമുക്ക് 1 മണിക്കൂർ സമയം നഷ്ടപ്പെടും. തിരിച്ചു വരുമ്പോൾ ആ 1 മണിക്കൂർ നമുക്ക് തിരികെ കിട്ടുകയും ചെയ്യും. അമേരിക്കയുടെ കിഴക്കേ തീരവും പടിഞ്ഞാറേ തീരവും തമ്മിൽ 3 മണിക്കൂറിൻ്റെ വ്യത്യാസമുണ്ട് സൂര്യോദയ സമയത്തിൽ. അതുകൊണ്ടാണ് അമേരിക്കയെ 3 ടൈം സോണുകളായി തിരിച്ചിട്ടുള്ളത്. നെവാഡയിലും അരിസോണയിലുമൊക്കെ ഏറെക്കുറെ പരന്നു കിടക്കുന്ന മരുഭൂമിയാണ് നമ്മൾ കാണുന്നത്. മരുഭൂമി എന്നാൽ മണൽ പരന്ന മരുഭൂമിയല്ല, മറിച്ച് വരണ്ട പാറകളും കുന്നുകളുമായി പരന്നു കിടക്കുന്ന മരുഭൂമി. കാര്യമായ പച്ചപ്പൊന്നും ഇവിടെയൊന്നും കാണുന്നില്ല. എന്നാൽ ഇത്തരം പ്രദേശങ്ങൾ പോലും ഊർജ ഉൽപ്പാദനത്തിനും ടൂറിസത്തിനുമൊക്കെയായി വേണ്ട രീതിയിൽ പ്രയോജനപ്പെടുത്തിയിട്ടുണ്ട് എന്നതാണ് മറ്റൊരു പ്രത്യേകത. വെയിൽ ധാരാളമായി കിട്ടുന്നതുകൊണ്ട് ഏക്കർ കണക്കിന് പരന്നു കിടക്കുന്ന സോളാർ പാനലിൻ്റെ കൃഷി ഇവിടെയൊക്കെ കാണാം. അതുകൂടാതെ കാറ്റ് ലഭിക്കുന്ന ഇടങ്ങളിൽ കാറ്റാടി യന്ത്രങ്ങൾ ഘടിപ്പിച്ചുകൊണ്ടും വൈദ്യുതി നിർമ്മിക്കുന്നു. ഹൂവർ ഡാമിൽ നിന്ന് ഹൈഡ്രോ ഇലക്ട്രിക് പ്രോജക്റ്റ് വഴിയും വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. ഇതുകൂടാതെ ഈ പരന്ന മരുഭൂമി പോലും ടൂറിസം സാധ്യതകളെ വേണ്ടത്ര പ്രയോജനപ്പെടുത്തിയിട്ടുണ്ട് എന്നതാണ് മറ്റൊരു സവിശേഷത. മരുഭൂമിയിലെ അസാധാരണമായ ദൃശ്യങ്ങളെല്ലാം ടൂറിസത്തിൻ്റെ സാധ്യതകളായി വികസിപ്പിച്ചിട്ടുണ്ട്. ഇതുകൂടാതെ അമേരിക്കൻ സംസ്കാരത്തിൻ്റെ ഭാഗമായ ക്യാമ്പർ വാഹനങ്ങൾ ഈ മരുഭൂമിയിലൊക്കെ പലയിടത്തും ക്യാമ്പ് ചെയ്യുന്നതായി കാണാം. ആളുകൾ മരുഭൂമിയുടെ ജീവിതം ആസ്വദിക്കുന്നതിനായി തങ്ങളുടെ റിക്രിയേഷൻ വാഹനങ്ങളിൽ വന്ന് മരുഭൂമിയിലെ പലയിടത്തും ക്യാമ്പ് ചെയ്തു പോകുന്നു. റിക്രിയേഷൻ വാഹനങ്ങൾ അമേരിക്കൻ കൾച്ചറിൻ്റെയും അമേരിക്കയിലെ വ്യവസായത്തിൻ്റെയും ഒരു പ്രധാന ഭാഗമാണ്. പ്രകൃതിയിലെ അസാധാരണത്വവും വൈവിധ്യമാർന്ന കാലാവസ്ഥയുമൊക്കെ ഇതുപോലെ ആളുകൾ ക്യാമ്പ് ചെയ്ത് ആസ്വദിക്കുന്നു. അരിസോണയിൽ നമ്മൾ ഗ്രാൻഡ് കാനിയൻ ഭാഗത്തേക്ക് അടുക്കും തോറും മരുഭൂമിയിൽ അല്പസ്വല്പം പച്ചപ്പ് കണ്ടു തുടങ്ങുന്നു. അരിസോണ സംസ്ഥാനത്തിന് തന്നെ ഗ്രാൻഡ് കാനിയൻ സ്റ്റേറ്റ് എന്ന പേരുണ്ട്. കാരണം അത്രമാത്രം ടൂറിസ്റ്റുകൾ വന്നെത്തുന്ന ഒരു ഇടമാണ് ഗ്രാൻഡ് കാനിയൻ. പ്രകൃതിയിൽ തന്നെ ഇങ്ങനെ ഒരു അത്ഭുതം ലോകത്ത് മറ്റൊരിടത്തും കാണാനാവില്ല.
Have a good night. Thank you. ഗ്രാൻഡ് കാനിയൻ എന്നത് ഭൂമിയുടെ നെഞ്ചിൽ ഉണ്ടായിട്ടുള്ള ഒരു വലിയ പിളർപ്പാണ്, അഥവാ ഒരു വിടവാണ്. 450 പരം കിലോമീറ്റർ നീളത്തിലുള്ള ഈ വിടവും അതിൻ്റെ പരിസരങ്ങളും ഗ്രാൻഡ് കാനിയൻ നാഷണൽ പാർക്ക് എന്ന രീതിയിൽ സംരക്ഷിക്കപ്പെട്ടിരിക്കുന്നു. വിടവിൻ്റെ നീളം 400 പരം കിലോമീറ്റർ ആണെങ്കിൽ അതിൻ്റെ വീതി ശരാശരി 13 കിലോമീറ്റർ വരും. ചിലയിടങ്ങളിൽ അത് 18 കിലോമീറ്റർ ആയിട്ടും ഏറ്റവും കുറഞ്ഞ ഇടങ്ങളിൽ അത് 200-300 മീറ്ററായിട്ടും ഒക്കെ കാണപ്പെടുന്നു. എന്നാൽ ഏറെ അതിശയിപ്പിക്കുന്നത് ഈ വിടവിൻ്റെ ആഴമാണ്. 1.5 കിലോമീറ്റർ ആഴത്തിലാണ് ഈ വിടവ് രൂപപ്പെട്ടിട്ടുള്ളത്. 1.5 കിലോമീറ്റർ ആഴവും 13 കിലോമീറ്റർ വീതിയുമുള്ള ഒരു വിടവ് എന്നത് ഭൂമിയുടെ മാറിലെ ഒരു മഹാ അത്ഭുതം തന്നെയാണ്. ഈ വിടവിൻ്റെ നടുവിലൂടെയാണ് കൊളറാഡോ എന്ന നദി ഒഴുകിപ്പോകുന്നത്. നമ്മൾ നേരത്തെ ഹൂവർ ഡാമിന് മുകളിലെ പാലം ക്രോസ് ചെയ്തത് ഈ നദിക്ക് മുകളിലൂടെയാണ്. അവിടെയും ഈ നദി വളരെ ആഴമുള്ള ഒരു വിടവിൽ കൂടെയാണ് ഒഴുകുന്നതായി കാണുന്നത്. ഗ്രാൻഡ് കാനിയൻ്റെ വക്കിൽ നിന്ന് നമ്മൾ ആ നദി കാണുകയാണെങ്കിൽ ഒരു ചെറിയ തോട് അല്ലെങ്കിൽ ഒരു അരുവി ഒഴുകിപ്പോകുന്നതായിട്ട് നമുക്ക് തോന്നും. കാരണം അത്രമാത്രം അകലെ ആയതുകൊണ്ട് അതിൻ്റെ യഥാർത്ഥ വീതി നമുക്ക് കൃത്യമായി മനസ്സിലാവില്ല. എന്നാൽ ഈ നദിക്ക് 100 മീറ്ററിൽ കൂടുതൽ വീതി ഉണ്ട് എന്നതാണ് വാസ്തവം. ഗ്രാൻഡ് കാനിയനുമായി ബന്ധപ്പെട്ട നിരവധി വീഡിയോകളും ദൃശ്യങ്ങളുമൊക്കെ നമ്മളെല്ലാവരും പലപ്പോഴും കണ്ടിട്ടുണ്ടാവും. ഞങ്ങൾ ഇവിടെ എത്തുന്നത് ഒരു വൈകുന്നേരമാണ്. സൂര്യാസ്തമയത്തിന് തൊട്ടു മുമ്പുള്ള ഈ സമയത്ത് അസഹനീയമായ തണുപ്പായിരുന്നു. ശരീരത്തിന് താങ്ങാവുന്നതിലധികം തണുപ്പ് അന്തരീക്ഷവായുവിനും അതോടൊപ്പം തന്നെ ഈ മഹാഗർത്തത്തിന് വക്കത്ത് നിൽക്കുമ്പോൾ അതിൽ നിന്ന് വീശി വരുന്ന തണുത്ത കാറ്റ്, അതാണ് ഏറ്റവും അസഹനീയമായിട്ടുള്ളത്. ഏറെ സമയം അവിടെ നിൽക്കാനോ വീഡിയോ പകർത്താനോ ചിത്രങ്ങൾ എടുക്കാനോ ഒന്നും സാധ്യമാകുമായിരുന്നില്ല. കൂടുതൽ ദൃശ്യങ്ങൾ കാണാൻ നിൽക്കാതെ എത്രയും പെട്ടെന്ന് വാഹനത്തിലേക്ക് തിരികെ കയറണമെന്നായിരുന്നു എല്ലാവരുടെയും ആഗ്രഹം. അത്രമാത്രം അസഹ്യമായിരുന്നു തണുപ്പ്. വിറയ്ക്കുന്ന കൈകൾ കൊണ്ടാണ് കുറച്ചെങ്കിലും വീഡിയോകളും മറ്റും മൊബൈൽ ഫോണിൽ പകർത്താനായത്. അതുകൊണ്ട് തന്നെ വളരെ ക്ലാരിറ്റിയുള്ള വീഡിയോ പോലും എടുക്കാൻ ഈ സമയത്ത് സാധ്യമായില്ല. ദശലക്ഷക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് നീരൊഴുക്കിനാലും മറ്റു പ്രകൃതി പ്രതിഭാസങ്ങളാലും രൂപപ്പെട്ട ഈ മഹാ അത്ഭുത വിടവ് ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ഇവിടെ ജീവിച്ചിരുന്ന ആദിമ നിവാസികളായ മനുഷ്യർ കണ്ടെത്തിയിരുന്നു എന്നതിനും ഈ വിടവിനകത്തും പുറത്തുമൊക്കെയായി അവർ ജീവിച്ചിരുന്നു എന്നതിനും തെളിവുകൾ ലഭിച്ചിട്ടുണ്ട്. ആ വിഭാഗത്തിൽ അവശേഷിച്ച അപൂർവം കുറേ മനുഷ്യർ ഈ പ്രദേശങ്ങളിലൊക്കെ ഇന്നും സംരക്ഷിക്കപ്പെട്ടിട്ടുണ്ട്. ടൂറിസവുമായി ബന്ധപ്പെട്ട പല തൊഴിലുകളും അവർക്കാണ് ഇവിടെയും വീതിച്ചു നൽകിയിട്ടുള്ളത്. തണുത്തു മരവിച്ച് വിറക്കുന്ന കൈകൾ കൊണ്ട് എൻ്റെ മൊബൈൽ ഫോണിൽ പകർത്തിയ ഏതാനും അവ്യക്തമായ ഗ്രാൻഡ് കാനിയൻ്റെ ദൃശ്യങ്ങളാണ് ഈ വീഡിയോയിൽ കാണാനാവുക.